ഹായ് ഓൾ, എല്ലാവർക്കും അമിൻജാസ് ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഞാൻ വന്നിട്ടുള്ളത് പതിവ് പോലെ തന്നെ നമ്മുടെ ഡെയിലി ലൈഫിൽ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് നല്ല നല്ല ടിപ്സുകൾ കളക്ട് ചെയ്തിട്ട് തന്നെയാണ്. എന്നും പറയുന്ന പോലെ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് കാണുന്ന സമയത്ത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകരുത്. പൊട്ടു സമയം കളയാതെ നമുക്ക് ഇന്നത്തെ ടിപ്പിലേക്ക് പോവാം. ഞാൻ ആദ്യം തന്നെ എടുത്തിട്ടുള്ളത് ഇൻസുലേഷൻ ടാപ്പാണ്. ഇതിൻ്റെ സ്റ്റാർട്ടിങ് പോയിന്റ് നമ്മളൊന്നും മെൻഷൻ ചെയ്യാതെ വെച്ച് കഴിഞ്ഞാൽ കണ്ടെത്താൻ കുറച്ച് പാടാണ് അല്ലേ. എന്നാൽ ഞാൻ കട്ട് ചെയ്തത് കറക്റ്റ് അല്ലാത്തതുകൊണ്ട് തന്നെ പെട്ടെന്ന് എനിക്ക് അതിൻ്റെ ഒരു സ്റ്റാർട്ടിങ് പോയിന്റ് കണ്ടെത്താനായിട്ട് പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഞാനിത് അതിൻ്റെ സ്റ്റാർട്ടിങ് പോയിൻ്റൊക്കെ കണ്ടെത്തിയതിന് ശേഷം കുറച്ച് ഇൻസുലേഷൻ ഒന്ന് വലിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് ആ ഒരു ഭാഗത്ത് ഞാൻ ഒട്ടിച്ചു കൊടുക്കുന്നത് കോയിനാണ്. കോയിൻ വെച്ച് കൊടുത്തതിന് ശേഷം കോയിന് മുകളിലൂടെ ഇൻസുലേഷൻ ഒന്ന് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആ ഒരു കോയിൻ നമുക്ക് അവിടെ സ്റ്റിക്കായിട്ട് കിട്ടും. ഇതേപോലെ വെച്ച് കഴിഞ്ഞാൽ എത്ര ചെറിയവരായാലും പെട്ടെന്ന് തന്നെ ആ ഒരു ഇൻസുലേഷൻ്റെ സ്റ്റാർട്ടിങ് പോയിൻ്റ് കണ്ടെത്താനായിട്ട് പറ്റും. ഇനി അടുത്ത ടിപ്പിലേക്ക് പോവാം. ഞാൻ എടുത്തിട്ടുള്ളത് മോൻ്റെ കുറച്ച് പേനകളാണ് കേട്ടോ. ഇതേപോലെ നമ്മൾ ഡ്രോയിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ ആകെ ഡിസോർഡർ ആയിട്ടാണ് കിടക്കുക. അതില്ലാണ്ടിരിക്കാനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് മോൻ്റെ ഷർട്ടിൻ്റെ കയ്യിൻ്റെ പടി വരുന്ന ഭാഗം ഉണ്ടല്ലോ, അതിനുള്ളിലേക്ക് ഞാൻ എല്ലാ പേനകളും ഇതേപോലെ ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതേപോലെ കീപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഡിസോർഡർ ആവാതെ കീപ്പ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ക്ലീനിങ് ടിപ്പാണ് നെക്സ്റ്റ് കാണിക്കുന്നത്. എല്ലാ വീട്ടമ്മമാരും നിർബന്ധമായിട്ടും ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ് കേട്ടോ. നമ്മൾ പാത്രം കഴുകാനായിട്ട് സ്പഞ്ച് യൂസ് ചെയ്യാറുണ്ട്. എല്ലാ ദിവസവും നമ്മൾ പാത്രം കഴുകുന്നതുകൊണ്ട് തന്നെ ആ ഒരു സ്പഞ്ചിലും അതേപോലെ തന്നെ സ്ക്രബ്ബറിലൊക്കെ നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത അഴുക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. വീണ്ടും നമ്മൾ പാത്രം കഴുകുന്ന സമയത്ത് നമ്മുടെ പാത്രത്തിലാകുകയും ഭക്ഷണം കഴിക്കുന്ന സമയം വയറ്റിലെത്തിച്ചേർന്ന് ധാരാളം ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാക്കും. അതില്ലാണ്ടിരിക്കാനായിട്ട് എല്ലാ ദിവസവും നൈറ്റിൽ പാത്രം കഴുകി കഴിഞ്ഞതിന് ശേഷം നമ്മൾ സ്ക്രബ്ബർ ക്ലീൻ ചെയ്യാനുള്ള ഒരു ഐഡിയ ആണ് കേട്ടോ. അപ്പം ഞാൻ അത്യാവശ്യം ചൂടുള്ള വെള്ളമാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഒരു പിടിയോളം കല്ലുപ്പും 1.5 ടേബിൾ സ്പൂണോളം ബേക്കിംഗ് സോഡയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 2 ഡ്രോപ്പ് ഡിഷ് വാഷ് ലിക്വിഡും കൂടി ചേർത്തിട്ടുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മെൽറ്റാക്കി കൊടുക്കാം. അപ്പോൾ ഉപ്പൊക്കെ നല്ലപോലെ മെൽറ്റായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാനൊരു സ്പഞ്ച് ഒന്ന് മുക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് ഒരു മണിക്കൂറോളം നമ്മൾ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ തന്നെ ആ ഒരു വെള്ളത്തിൽ ആ സ്ക്രബ്ബറിൽ ഉണ്ടായിരുന്ന അഴുക്കും അണുക്കളും എല്ലാം ചത്തുപോകും. അപ്പം ഞാനിതാ ആ ഒരു സ്പഞ്ച് അതിലേക്ക് മുക്കി കൊടുത്തതിന് ശേഷം ഈ ഒരു തവി വെച്ചിട്ട് ഇതേപോലെ ഒന്ന് കുത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ, തിരിച്ചും മറിച്ചും. ആ ഒരു സമയത്ത് തന്നെ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും വെള്ളത്തിൻ്റെ കളറൊക്കെ നന്നായിട്ട് ചേഞ്ച് ആയിട്ടുണ്ട്. ഇതേപോലെ ഒരു അരമണിക്കൂറോ 1 മണിക്കൂറോ നമ്മളൊന്ന് ഇട്ട് വെച്ചാൽ മതി. അത് കഴിയുമ്പോഴേക്കും ആ ഒരു വെള്ളത്തിൻ്റെ കളർ നന്നായിട്ട് ചേഞ്ച് ആയിട്ടുണ്ടാവും. ഇപ്പം ഞാനിത് അരമണിക്കൂറൊക്കെ കഴിഞ്ഞതിന് ശേഷം ആ ഒരു സ്പഞ്ച് കൈവച്ചിട്ടൊന്ന് പിഴിഞ്ഞെടുക്കുന്നുണ്ട്. ഈ ഒരു വെള്ളത്തിൻ്റെ കളറ് നന്നായിട്ട് തന്നെ ചേഞ്ച് ആയിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം ഡാർക്ക് കളറായിട്ടുണ്ട്. ഞാൻ ഈ ഒരു വെള്ളം സിങ്കിലേക്ക് ഒഴിക്കുന്ന ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. ആ ഒരു വീഡിയോ എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായി പോയതാണ്. അപ്പോൾ ഞാനിത് 1-2 തവണ സ്പഞ്ച് നല്ല പോലെ ഒന്ന് പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ആ ഒരു വെള്ളത്തിൻ്റെ കളറൊക്കെ നല്ല പോലെ ചേഞ്ച് ആയിട്ടുണ്ടായിരുന്നു. വെള്ളം ഒഴിക്കുന്ന വീഡിയോ എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായി പോയതാണ്. ഇപ്പോൾ ഈ ഒരു കപ്പിലേക്ക് നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും ആ ഒരു കപ്പിൻ്റെ അടിയിലായിട്ട് അഴുക്കും കാര്യങ്ങളൊക്കെ അടിഞ്ഞു കൂടിയിട്ടുണ്ട്. നമ്മൾ ഇതേപോലെ എല്ലാ ദിവസവും ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണെങ്കിൽ നമ്മുടെ സ്ക്രബ്ബറും അതുപോലെ തന്നെ സ്പഞ്ചിനും ഉണ്ടാകുന്ന ബാഡ് സ്മെല്ലും വഴുവഴുപ്പും ഒന്നുമില്ലാതെ നമുക്ക് കീപ്പ് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പം ഞാനിത് 2-3 തവണ നല്ല വെള്ളത്തിലൊന്ന് കഴുകിയെടുത്തതിന് ശേഷം ഞാനത് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് ഞാനൊരു ബോക്സിനുള്ളിൽ വെള്ളം ചോരാനായിട്ടൊന്ന് ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഓവർനൈറ്റ്. അപ്പോൾ ഇനി സ്ക്രബ്ബറും സ്പഞ്ചൊക്കെ ഈ രീതിയിൽ നിങ്ങളൊന്ന് ക്ലീൻ ചെയ്ത് നോക്കുക. അടുത്തതായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഇഞ്ചിയാണ് കേട്ടോ. അപ്പോൾ ഇഞ്ചിയൊക്കെ നമ്മൾ കടയിൽ നിന്ന് കൊണ്ടുവന്ന് പച്ചക്കറി സ്റ്റാൻഡിലേക്ക് കീപ്പ് ചെയ്താൽ 1-2 ദിവസം കഴിയുമ്പോൾ അതിൻ്റെ ഫ്രഷ്നെസ്സൊക്കെ നഷ്ടപ്പെട്ട് നന്നായിട്ട് ഉണങ്ങി പോവാറുണ്ട് അല്ലേ. അതില്ലാണ്ട് കുറച്ച് നാൾ നമുക്ക് നല്ല ഫ്രഷായിട്ട് തന്നെ കീപ്പ് ചെയ്യാൻ പറ്റുന്നൊരു സിമ്പിൾ ടിപ്പാണ് നെക്സ്റ്റ് ടിപ്പ്. അപ്പോൾ ഞാനതൊരു കുഞ്ഞു ബോട്ടിൽ എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് സാധാരണ വെള്ളമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ഇഞ്ചി കുഞ്ഞു കുഞ്ഞു പീസുകളാക്കിയിട്ടൊന്ന് മുക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ വെള്ളം ഇഞ്ചിയേക്കാളിൽ കൂടുതലായിട്ട് വേണം കേട്ടോ. ഇഞ്ചി മുങ്ങിക്കിടക്കുന്ന വിധത്തിൽ വേണം നമ്മളത് സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട്. ഞാൻ ഉണ്ടായിരുന്ന ഇഞ്ചി മുഴുവനായിട്ട് ഈ ഒരു ബോട്ടിലിൽ ഇതേപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും ഇഞ്ചിയുടെ മുകളിലായിട്ട് തന്നെ വെള്ളം നിൽക്കുന്നുണ്ട്. ഒത്തിരി ഇഞ്ചിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്കൊന്നുകൂടെ വലിയൊരു ബോട്ടിലെടുത്താൽ മതിയാവും. അപ്പോൾ ഞാൻ കുറച്ച് ഇഞ്ചി ഉള്ളതുകൊണ്ട് തന്നെ കുഞ്ഞു ബോട്ടിലാണ് എടുത്തിട്ടുള്ളത്. ഇതേപോലെ വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ലിഡ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ടൈറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ വെക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇഞ്ചി വെള്ളത്തിൽ മുങ്ങുന്ന വിധത്തിൽ വേണം കേട്ടോ വെച്ച് കൊടുക്കാനായിട്ട്.
അപ്പോൾ ഞാനിത് ലിഡ് നല്ലപോലെ ടൈറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതേപോലെ വെച്ച് കൊടുത്തതിന് ശേഷം നമ്മളിത് ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ ഒത്തിരി നാൾ നമുക്കിത് ഫ്രഷ് ആയിട്ട് തന്നെ യൂസ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. 2 ദിവസമൊക്കെ കൂടുമ്പോൾ ആ ഒരു വെള്ളമൊന്ന് മാറ്റിയിട്ട് ഫ്രഷ് വാട്ടർ ഒഴിച്ചു കൊടുത്താൽ മതിയാവും. അപ്പോൾ ഇനി ഇഞ്ചിയൊക്കെ കൂടുതലായിട്ട് കിട്ടുന്ന സമയത്ത് ഈ ഒരു രീതിയിൽ നിങ്ങളൊന്ന് സ്റ്റോർ ചെയ്ത് വെക്കുക. എന്നിട്ട് നിങ്ങളുടെ വിലയേറിയിട്ടുള്ള കമൻറ്റ് എന്നെ അറിയിക്കാനായിട്ട് മറക്കരുത്. അപ്പോൾ അടുത്ത ടിപ്പിലേക്ക് പോവാം. ഞാൻ എടുത്തിട്ടുള്ളത് ചാവിയാണ് കേട്ടോ. അലമാരയുടെ കീയാണ് എടുത്തിട്ടുള്ളത്. ഈ ഒരു കീയിൽ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും അത്യാവശ്യം തുരുമ്പൊക്കെ പിടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് എനിക്ക് നല്ല പാടാണ് കേട്ടോ. ചില സമയത്ത് 1-2 തവണ നമ്മൾ തിരിച്ചു കഴിഞ്ഞാൽ തന്നെ അത് ഓപ്പണായിട്ട് കിട്ടുള്ളൂ. അങ്ങനെയുള്ള ചാവിയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു സിമ്പിൾ ടിപ്പാണ് ഞാൻ കാണിക്കുന്നത്. ഇനി അതിനായിട്ട് നമുക്ക് ആവശ്യമുള്ളത് വാസ്ലിനാണ്. അപ്പോൾ ഞാൻ എൻ്റെ കൈവിരലിൽ കുറച്ചൊന്ന് വാസ്ലിൻ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ തുരുമ്പ് പിടിച്ച ചാവിയിൽ നല്ല പോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിത് ചാവിയിൽ വാസ്ലിൻ നന്നായിട്ട് തന്നെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ പിടിക്കുന്ന ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, ആ പിടിക്കുന്ന ഭാഗത്ത് വാസ്ലിൻ ഒന്ന് തുടച്ചെടുക്കണം കേട്ടോ. ഇപ്പോൾ ഞാനിത് പിടിക്കുന്ന ഭാഗത്തുണ്ടായിരുന്ന വാസ്ലിനൊക്കെ നല്ല പോലെ തുടച്ചെടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഞാൻ കീ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും ഇതേപോലെ ഞാൻ 1-2 തവണ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആ ഒരു സമയത്ത് തന്നെ എനിക്ക് അലമാര ഓപ്പണായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ പെട്ടെന്ന് തന്നെ എനിക്കത് ക്ലോസ് ആക്കാനും പറ്റിയിട്ടുണ്ട്. ഈ ഒരു ടിപ്പ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇനി ഇന്നത്തെ അവസാനത്തെ ടിപ്പിലേക്ക് പോവാം. ഒരു ദിവസം ഒത്തിരി തവണ നമ്മൾ ക്ലീൻ ആക്കുന്ന ഒരു ഭാഗമാണ് നമ്മുടെ കിച്ചണിലെ സിങ്ക്. നമ്മൾ എത്ര ക്ലീൻ ആക്കി കഴിഞ്ഞാലും ചില ദിവസമൊക്കെ രാവിലെ പാറ്റയും പല്ലിയൊക്കെ ആ ഒരു സിങ്കിൽ വരാറുണ്ട് അല്ലേ. അതില്ലാണ്ടിരിക്കാനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു സിമ്പിൾ ടിപ്പാണ് നെക്സ്റ്റ് ടിപ്പ്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് അതിനുള്ള ഒരു സൊല്യൂഷൻ ഒന്ന് റെഡിയാക്കി എടുക്കണം. അപ്പോൾ ഞാനൊരു കപ്പ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു സൊല്യൂഷൻ റെഡിയാക്കാനായിട്ട് ആവശ്യമുള്ള മെയിൻ ഇൻഗ്രീഡിയൻസ് വിക്സ് ആണ് കേട്ടോ. അപ്പോൾ ഇതിൽ നിന്ന് കുറച്ചധികം വിക്സ് തന്നെ ഞാൻ ഈ ഒരു കപ്പിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതാ ഞാൻ ഇത്രയും വിക്സാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കണം. അപ്പോൾ നല്ല പോലെ ചൂടുള്ള വെള്ളം വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. എന്നാൽ മാത്രമേ നമുക്ക് ആ ഒരു വിക്സ് നന്നായിട്ട് മെൽറ്റായിട്ട് കിട്ടുള്ളൂ കേട്ടോ. അത് അത്യാവശ്യം ചൂടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ആ ഒരു വെള്ളം ഒഴിച്ചു കൊടുത്തപ്പോഴേക്കും വിക്സ് മെൽറ്റായിട്ടുള്ളതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇപ്പോൾ അതാ വിക്സൊക്കെ നന്നായിട്ട് തന്നെ മെൽറ്റായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ഇൻഗ്രീഡിയൻസ് കൂടി ചേർത്ത് കൊടുക്കാനുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് വിനെഗറാണ് കേട്ടോ. അപ്പോൾ അതാ ഇത്രയും വിനെഗർ കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ക്ലീനിങ് സൊല്യൂഷൻ ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ പാത്രമൊക്കെ കഴുകിയതിന് ശേഷം സിങ്കൊക്കെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ട് ചെയ്യാൻ പറ്റുന്നൊരു ടിപ്പാണ് കേട്ടോ അത്. ഈ ഒരു സിങ്കിൻ്റെ ഹോളിൽ ഉണ്ടാകുന്ന അഴുക്കും സ്മെല്ലൊക്കെ കാരണമാണ് പാറ്റയും പല്ലികളൊക്കെ വരാറുള്ളത്. അപ്പോൾ ആ ഒരു ഹോളിലേക്ക് ഞാൻ ആ ഒരു മിക്സ് കുറച്ചൊന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോഴേക്കും ഒരു വിക്സിൻ്റെ സ്മെല്ലൊക്കെ ഉണ്ട്. നല്ല ചൂടുള്ള വെള്ളം ചേർക്കുന്നതുകൊണ്ട് തന്നെ കുറഞ്ഞ ബ്ലോക്കൊക്കെ ഉണ്ടെങ്കിൽ നമുക്കത് നീങ്ങി കിട്ടും. മാത്രമല്ല ഒരു വിക്സിൻ്റെ സ്മെല്ലുള്ളതുകൊണ്ട് പാറ്റയും പ്രാണികളൊന്നും അതിലേക്ക് വരികയില്ല. ആ ഒരു ഹോളിലേക്ക് ആ ഒരു മിക്സ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ആ ഹോളൊന്ന് കവർ ചെയ്ത് വെക്കാം. അപ്പോൾ ഞാനിവിടെ പഞ്ഞിയാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. പഞ്ഞി വെച്ച് കൊടുത്തതിന് ശേഷം കുറച്ച് മിക്സ് ചെയ്യാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൂടി ഒരു പഞ്ഞിയിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു സൂത്രം നമ്മൾ ചെയ്ത് വെക്കുകയാണെങ്കിൽ സിങ്കിൽ ഉണ്ടാകുന്ന പാറ്റയുടെയും പല്ലിയുടെയും ഒക്കെ ശല്യം നമുക്ക് പൂർണ്ണമായിട്ടും ഒഴിവാക്കാനായിട്ട് പറ്റും. ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഇന്ന് ഞാൻ കാണിച്ചിട്ടുള്ള ടിപ്സുകളിൽ ഏതെങ്കിലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി കാണുമെന്ന് വിചാരിക്കുന്നു. ഇത്രയും നേരം എൻ്റെ വീഡിയോസ് കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഹൃദയം നിറഞ്ഞ നന്ദി. ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോസുമായിട്ട് വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.